ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 ലെവലിൽ വൊക്കാബുലറിയാണ്. അതായത് നമ്മൾ 79, അതായത് 79 വേർഡ്സുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വൊക്കാബുലറാണ് ഇപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുന്നത്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ ഞാൻ പറയുന്നത് തി ഉർ എന്ന് പറഞ്ഞാൽ ക്ലോക്ക്, ദ ടാക്ക് ഡേ, ദി നാക്ട് നൈറ്റ്, ദ മോർഗൻ അതായത് മോർണിംഗ്, രാവിലെ. ഇപ്പോൾ രണ്ട് രീതി മോർഗനുണ്ട്. സ്മോൾ ലെറ്റർ എമ്മിലാണ് മോർഗൻ എഴുതുന്നതെങ്കിൽ അത് ടുമാറോ എന്നാണ് മീനിങ് വരുന്നത്. ഇവിടെ മോർഗൻ എന്ന് പറഞ്ഞാൽ നാളെ എന്നുള്ള മീനിങ്ങാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. സ്മോൾ ലെറ്റർ എം ആണെങ്കിൽ ടുമാറോ എന്ന് മീനിങ് വരും. ക്യാപിറ്റൽ ലെറ്റർ എം ആണെങ്കിൽ മോർണിംഗ് എന്ന് മീനിങ് വരും. ഓക്കെ. അടുത്തതാണ് ദർ ആബൻഡ് അതായത് ഈവനിങ്. അടുത്താണ് ദി വൊഹെ എന്ന് പറഞ്ഞാൽ വീക്ക്, ദി വൊഹെ വീക്ക്. തെർമോനാറ്റ് അതായത് മന്ത്. അടുത്തതാണ് എട്ടാമത്തത് തസ്യാർ എന്ന് പറഞ്ഞാൽ ഇയർ. അടുത്തത് സമ്മർ എന്നാണ് മീനിങ് വരുന്നത്. വിൻ്റർ എന്ന് പറഞ്ഞാൽ വിൻ്റർ എന്ന് തന്നെയാണ്. അടുത്തത് ഫ്രൂലിംഗ് അതായത് സ്പ്രിംഗ് സീസണെയാണ് ഫ്രൂലിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹെർബ്സ്റ്റ് ഓട്ടം സീസൺ. ഗാർഡൻ അതായത് ഗാർഡൻ. ദി പ്ലൂമെ എന്ന് പറഞ്ഞാൽ ഫ്ലവർ. ബൗം ട്രീ. അടുത്തതാണ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഗ്രാസ് എന്ന് തന്നെയാണ് മീനിങ്. പക്ഷെ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ 2 എസ് എഴുതും, പക്ഷെ ജർമ്മനിൽ വരുമ്പം 1 എസ് എഴുതുള്ളൂ. ബാക്കി സ്പെല്ലിങ് സെയിം തന്നെയാണ്. ഹിമ്മൽ എന്ന് പറഞ്ഞാൽ സ്കൈ എന്നാണ് മീനിങ് വരുന്നത്. ദി സൊന്നെ എന്ന് പറഞ്ഞാൽ സൺ. ദർമോണ്ട് അതായത് മൂൺ. ദി സ്റ്റേർനെ അതായത് സ്റ്റാർ. റേഗൻ റെയിൻ. സ്നേ അതായത് സ്നോ. ഹാങ്കൽ എന്ന് പറഞ്ഞാൽ ഹെയിൽ. വിൻഡ് എന്ന് പറഞ്ഞാൽ വിൻഡ് അതായത് കാറ്റ്. അപ്പം ഇതിൻ്റെയൊക്കെ ആർട്ടിക്കിളും നമ്മൾ പഠിച്ച് വേണം പോകാനായിട്ട്. അടുത്തതാണ് ദി വോൾക്കെ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് അതായത് മേഘം. നേബൽ എന്ന് പറഞ്ഞാൽ ഫോഗ് മഞ്ഞ്. ഫ്ലുസ് റിവർ. സീ ലേക്ക്. തസ്മിയർ സീ. ദി ഇൻസൽ എന്ന് പറഞ്ഞാൽ ഈസ്ലൻഡ്. അടുത്താണ് ബെർഗ് എന്ന് പറഞ്ഞാൽ മൗണ്ടൻ. വാൾഡ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. ദി വിസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോ. അടുത്തതാണ് ഫെൽഡ് അതായത് ഫീൽഡ്. ഗാർഡൻ അതായത് ഗാർഡൻ. ദി പ്ലാന്റ്സ് അതായത് പ്ലാന്റ്. ബൗം ട്രീ. ഹോൾസ് അതായത് വുഡ്.
വുഡ് അതായത് തടി. ദി ലാംപ് ലാംപ് ലാംപ്. ദ ടിഷ്ലർ 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 എന്ന് പറഞ്ഞാൽ കാർപ്പൻ്റർ. ടിഷ് എന്ന് പറഞ്ഞാൽ ടേബിള്. അപ്പോൾ ടേബിളൊക്കെ റെഡിയാക്കുന്നത് കാർപ്പൻ്റർ. അപ്പം ടിഷ്ലർ. അടുത്തതാണ് ദി പ്ലൂമെ. പ്ലൂമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ. ദ ഗാർഡൻ ദി പ്ലാന്റ്സ് പ്ലാന്റ്. ദ ബൗം ട്രീ. ദ ഹോൾസ് വുഡ്. ദി വാണ്ട് വാൾ. ദി ട്യൂർ അതായത് ഡോർ. ദാസ് ഫെൻസ്റ്റർ ഫെൻസ്റ്റർ എന്ന് പറഞ്ഞാൽ വിൻഡോ ജനാല. ദ കോൾ ഷ്രാങ്ക് അതായത് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജ്. ദ ഓഫൻ എന്ന് പറഞ്ഞാൽ സ്റ്റൗ. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്തപ്പം മിസ്റ്റേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് ഫാസ്റ്റിൽ പറയുന്നത്. അടുത്തതാണ് ദി സ്പ്യൂൾ മെഷീന്. ദി സ്പ്യൂൾ മെഷീൻ എന്ന് പറഞ്ഞാൽ ഡിഷ് വാഷർ. ദ കമ്പ്യൂട്ടർ ദ ടെലിഫോൺ അതായത് ടെലിഫോൺ. ദി ക്യാമറ അതായത് ക്യാമറ. ദാസ് റാഡിയോ അതായത് റേഡിയോ. ദാസ് ഫെർൻസെയൻ ടെലിവിഷൻ. ദ ഫിലിം മൂവി. ദ സ്പോക്ക് ബുക്ക്. ദി സൈറ്റൂങ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ. ദാസ് മാഗസിൻ എന്ന് പറഞ്ഞാൽ മാഗസിൻ. ദ ആർട്ടിക്കിൾ ദി നാക്രിസ്റ്റ് അതായത് ന്യൂസ്. ദ വെതർ റിപ്പോർട്ട്. ദ സ്പോട്ട് റിപ്പോർട്ട്. ദി ഫെർബുങ് അഡ്വർടൈസ്മെൻറ്റ്. ദ പ്രോസ്പെക്റ്റ് അതായത് ബൗച്ചർ. ദി കാർട്ട് മാപ്പ്. ദ പ്ലാൻ എന്നാണ് മീനിങ് വരുന്നത്. ദ പാനോഫ് ട്രെയിൻ സ്റ്റേഷൻ. അടുത്തത് ദി ഡർ ഫ്ലൂഹാഫൻ എയർപോർട്ട്. ദി സ്ട്രാസെ സ്ട്രീറ്റ്. ദി ബ്രുക്കെ ബ്രിഡ്ജ്. ദ ടണൽ ദാസ് ഔട്ടോ കാർ. ദാസ് ഫറാഡ് ബൈസൈക്കിൾ. ദർ ബസ് ദർ സൂക്ക് ട്രെയിൻ. ദാസ് ഷിപ്പ് ദർ ഹാഫൻ ഹാർബർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചിയേഴ്സ്.